പണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ ആന വീണ് ചെരിഞ്ഞാണ് ആനചാടിക്കുത്തെന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. വണ്ണപ്പുറം കരിമണ്ണൂർ റൂട്ടാണിത്. ഈ വഴി നേരെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാവുന്നതാണ്. ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്തിലുള്ള കരിമണ്ണൂരെത്തി അവിടെ നിന്നും ഈ വഴി ഒരു 10 കിലോമീറ്റർ കൂടിയും നമ്മൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ നിന്നും ഈ കാണുന്ന മൺപാത, ഈ വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. തൊടുപുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണ് ആനയടിക്കുത്തിലേക്കുള്ളത്. ചെറിയൊരു മഴ പെയ്ത് തോർന്നിരിക്കുകയാണ്. മഴക്കാറ് മൂടിയിട്ടുമുണ്ട്. വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നമ്മളീ പോകുന്ന വഴിയോട് ചേർന്നുള്ള വീട്ടുകാരൊക്കെ പെയ്യാൻ പാർക്കിംഗ് സൗകര്യവും കടകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. വണ്ടിയുമായി ഈ വഴി വെള്ളച്ചാട്ടം വരെ പോകുന്നത് റിസ്ക്കാണ്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളും നടക്കാൻ തുടങ്ങി. ഇങ്ങോട്ടുള്ള വഴിപണി നടക്കുന്നുണ്ട്. വലിയ പാറകളൊക്കെ പൊട്ടിച്ചാണ് വഴിപണി നടക്കുന്നത്. ഈ വഴി കംപ്ലീറ്റ് ആയാൽ പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെയും വണ്ടിക്ക് പോകാൻ സാധിക്കും. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ആനയടിക്കുത്തുമൊക്കെ നമുക്ക് കാണാനാവുന്നത്. ചെറിയ കയറ്റമാണ്. വഴിക്ക് ഹിറ്റാച്ചിയൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പണിയൊന്നും നടക്കുന്നില്ല. സൺഡേ ആയതുകൊണ്ടാവാം. നമ്മൾ ഈ വഴി നടന്നു പോകുമ്പോൾ അക്കരെ മലയുടെ കാഴ്ചകളും കാണാം. മഴക്കാറുള്ളതുകൊണ്ട് കാഴ്ചകൾക്ക് ചെറിയ മങ്ങലുണ്ട്. ഒരേ നിരപ്പിൽ 5 or 6 മലകൾ വരെയും നമുക്ക് കാണാം. പിന്നെ ഇവിടേക്കുള്ള യാത്രയും വളരെ മനോഹരമാണ്. കാട്ടിൽ കൂടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ വേറൊരു ഹിറ്റാച്ചിയും കിടപ്പുണ്ട്. ഈ വഴി എപ്പോഴും ജീപ്പ് സർവീസ് ഉണ്ട്. നടക്കാൻ മടിയുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഓഫ് റോഡ് ജീപ്പ് സർവീസ് എടുക്കാവുന്നതാണ്. പാറക്കല്ല് പൊട്ടിച്ച കൂട്ടങ്ങളാണ് വഴിയുടെ സൈഡിലൂടെ. പാറ പൊട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാം. എത്ര വലിയ പാറക്കല്ലുകളാണല്ലേ തകർത്ത് അതിന് നടുവിലൂടെ ഈ വഴി പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഒരു ചെറിയ കട കാണാം. എല്ലാവരും നടന്ന് ക്ഷീണിച്ചു വരുമ്പോൾ ദാഹമകറ്റാനുമൊക്കെയായി എന്തേലുമൊക്കെ വാങ്ങാം. നമുക്ക് ഇവിടെ നിന്നും ഇടത്തേക്കാണ് പോകേണ്ടത്. വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണാം. ഇവിടെ വീടുകളൊക്കെയുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുറച്ച് ബോർഡുകളൊക്കെ കാണാം. ജീപ്പ് സവാരിക്കുള്ള നമ്പർ ഇവിടെ കാണാം. CCTVകളുമുണ്ട്. ഇവിടെ ഹോം സ്റ്റേ അവൈലബിൾ ആണ്. ആനയടിക്കുത്തിൻ്റെ മുകൾ ഭാഗമാണ്. ആദ്യം നമുക്ക് ഇതിലെയൊക്കെ ഒന്ന് പോകാം. ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് താഴെ നമ്മൾ വെള്ളച്ചാട്ടമായി കാണുന്നത്. ഇവിടെ ഒരുപാട് പാറക്കുഴികളൊക്കെ കാണാം. പാറക്കുഴികളിലൊക്കെ കുളിക്കുന്നവരെ കാണാം. ഇവിടെ ഒരു പാലമുണ്ട്. നാരുകാനം വട്ടത്തൊട്ടി തോടിന് കുറുകെ നിർമ്മിച്ച പാലം. നമുക്ക് ഈ പാലത്തിലൂടെ ഒന്ന് പോകാം. ഈ പാറയുടെ അപ്പുറേ വീടുകളുണ്ട്. അവരുടെ യാത്രാ സൗകര്യത്തിനായി നിർമ്മിച്ച പാലമാണിത്. ഈ പാലത്തിൻ്റെ അപ്പുറ സൈഡിലും ആളുകൾ കുളിക്കാനായി പോകുന്നതാണ്. പാലത്തിൽ നിന്നും ഇറങ്ങി ഈ പാറമുകളിലൂടെ ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ഈ കാണുന്ന വട്ടത്തിലുള്ള പാറക്കുഴികളില്ലേ, അതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. പ്രത്യേകിച്ച് നല്ല വെള്ളമുള്ള സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ആഴമുണ്ടാകും ഈ കുഴികൾക്ക്. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ചെറിയ ഒരു ഇടവഴി പോലാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ മഴ പെയ്തു. ആനയടിക്കുത്തിലേക്ക് വരാൻ നമ്മൾ വന്ന വഴിയല്ലാതെ വേറൊരു വഴിയുമുണ്ട്. ആ വഴി വന്നിട്ട് മല കയറി താഴേന്ന് ഇവിടേക്ക് വരാവുന്നതാണ്. ഈ വഴി താഴേക്ക് നീണ്ടുപോയിരിക്കുന്നത് കാണാം. മഴ പെയ്തത് പണിയായി. നമ്മൾ വന്നത് ഈവനിങ് ടൈമിലുമാണ്. മൊത്തത്തിൽ ഇരുട്ടുമായി. ഇവിടെ നമുക്ക് ടോയ്ലറ്റും കുളിക്കാനായി ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. ഒരാൾക്ക് 10 രൂപ നിരക്കിലാണ് ഈ സൗകര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു കടയുമുണ്ട്. സ്നാക്സും വെള്ളവും ഒക്കെ കിട്ടും. കൂടാതെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പം, പുട്ട്, ബീഫ്, കപ്പ, പഴംപൊരി, പൊറോട്ട, മുട്ട, അങ്ങനെയുള്ളതൊക്കെ. നമ്മുടെ വസ്തുവകകളൊക്കെ ലോക്കറിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. 2 മണിക്കൂർ നേരത്തേക്ക് ഒരു ലോക്കറിന് 50 രൂപയാണ്. ഇവിടുള്ള ഇത്തരം സൗകര്യങ്ങളും കടകളും ഒക്കെ
ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മഴയൊന്നും വക വയ്ക്കാതെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. മഴക്കാറുള്ളതുകൊണ്ടേ നല്ല ഇരുട്ടാണ്. പെരുമഴ പെയ്താലും നമുക്കെന്ത്, ആളുകളൊക്കെ മഴയും കൂടി ആസ്വദിച്ചാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത്. മുണ്ടൻമുടി മലമുകളിൽ നിന്നുമാണ് ആനയടിക്കുത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്നത്. ആനചാടിക്കുത്ത് എന്നും ഈ വെള്ളച്ചാട്ടത്തിന് പേരുണ്ട്. പണ്ടിവിടെ മോളിൽ നിന്ന് ആന തെന്നി വീണ് ചെരിഞ്ഞതാണ്, അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് ആ പേര് വന്നതെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കറിയില്ല അതെത്രത്തോളം സത്യമാണെന്ന്. പിന്നെ ആനയടിക്കുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ എത്രത്തോളം വെള്ളം വന്ന് വീണാലും ഈ ഏരിയയിൽ നമുക്ക് അരയ്ക്ക് മുകളിലൊക്കെ വെള്ളമുള്ളൂ. മറ്റു വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ആഴം കുറവായതുകൊണ്ട് വളരെ ഈസിയായും സേഫായും ഏതൊരു സീസണിലും ഇവിടെ കുളിക്കാൻ സാധിക്കും. മഴക്കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ്. എന്തായാലും ഇവിടെ ഇറങ്ങി കുളിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെ ലെവലാണ്. നമുക്ക് തിരിച്ചു കയറാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുമൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. മഴയാണേലും വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ വെള്ളത്തിൽ മുങ്ങി കളിക്കുകയാണ്. പിന്നെ നീന്തൽ അറിയാത്തവർക്കും വളരെ സേഫായി തന്നെ ഇവിടെ ഇറങ്ങാം. ആനചാടിക്കുത്തിൽ സന്ദർശകർക്ക് യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല എന്നതും എടുത്തു പറയേണ്ടിയ കാര്യമാണ്. ഈ ഒഴുകി വരുന്ന വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഫീലുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ വലിയ മല പോലെ പാറയാണ്. ഈ പാറമുകളിലൂടെ നമ്മൾ നടക്കുകയാണ്. ഈ മലയുടെ അപ്പുറമൊക്കെ വീടുകളുണ്ടെന്നാണ് തോന്നുന്നത്. പാറമുകളിലൂടെ ആളുകൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ ആനയടിക്കുത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ചതിന് ശേഷം നമ്മളും മടങ്ങുകയാണ്. ദേ ഇവിടെയാണ് നമ്മൾ ബൈക്ക് വെച്ചത്. സമയം 6 മണിയായിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.